കൂത്താട്ടുകുളം ഇടയാർ ജവഹർ UP സ്കൂളിൻ്റെ കിച്ചൺ ബ്ലോക്ക്, ടോയ്ലറ്റ് എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു. അനൂപ് ജേക്കബ് MLAയുടെ 2024-2025 സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്നും 6.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിച്ചൺ ബ്ലോക്ക്, ടോയ്ലറ്റ് എന്നിവയുടെ നിർമ്മാണം. ചടങ്ങിൽ വാർഡ് കൗൺസിലർ സാറ TS സ്വാഗതം പറഞ്ഞു. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ കലാരാജു അധ്യക്ഷയായി. വൈസ് ചെയർമാൻ PG സുനിൽകുമാർ, കൗൺസിലർമാരായ CB കൊട്ടാരം, PC ഭാസ്കരൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ, കേരള കോൺഗ്രസ് ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് MK ചാക്കോച്ചൻ, MA ഷാജി, സ്കൂൾ പ്രിൻസിപ്പൽ അജിത് KK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. UP സ്കൂളിന് ബഹുമാനപ്പെട്ട MLA കിച്ചൺ ബ്ലോക്ക് പണിയുന്നതിനും ടോയ്ലറ്റ് പണിയുന്നതിനും വേണ്ടി 6 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ട് നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 25ാം ഡിവിഷനിൽ മാത്രമല്ല ഇടയാർ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഫണ്ട് അനുവദിച്ചുള്ളതാണ് MLA. നമുക്ക് തന്നെ അറിയാം, ഇടയാറിന്റെ ഒരു പ്രധാന സ്ഥലമായ ഇടയാർ രാമഞ്ചിറ പാലം. എനിക്ക് മുന്നേ ഇവിടെ നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു കുപ്പിക്കഴുത്ത് പോലുള്ള ഒരു പാലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ബഹുമാനപ്പെട്ട MLA 2.5 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ആ പാലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തി നല്ല രീതിയിലുള്ള ഒരു പാലമായി നമുക്ക് അനുവദിച്ചു തന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇടയാറിന്റെ മുഖച്ഛായ തന്നെ ആ പാലം മുഖാന്തരം മാറിയിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇടയാർ മുത്തോലപുരം റോഡ്, ഞാനും നിങ്ങളും എല്ലാവരും നിരന്തരം നമ്മൾ യാത്ര ചെയ്യുന്ന റോഡാണ് ഇടയാർ മുത്തോലപുരം റോഡ്. ഏറ്റവും വലിയ സ്വപ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വേദികളിലും. ഒരു പ്രദേശത്തിന്റെ വികസനമാണ് അവർക്ക് എടുത്തു കാണിക്കാനായിട്ട് അവർ മനസ്സിൽ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പം സാറ് കുറേ നാളുകളായി സ്കൂളിനെ കുറിച്ച്, അതായത് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്, ഓരോ കെട്ടിടത്തിൻ്റെ വിലക്കുറവ് മൂലം നമുക്ക് പെട്ടെന്നൊന്നും ചെന്ന് എത്തിപ്പെടാൻ പറ്റില്ല. ഒരു കെട്ടിടം പൊളിച്ചു മാറ്റണമെങ്കിലും അതൊന്ന് പുനർനിർമ്മിക്കണമെങ്കിലും അതിനൊക്കെ അതിൻ്റേതായ കുറേയേറെ കടമ്പകൾ കടന്നു വേണം അതിന് പോകാൻ. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കിച്ചൺ ബ്ലോക്കും ടോയ്ലറ്റും അതിനെ ലഭ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശേഷിക്കുന്ന തുക സ്കൂള് കണ്ടെത്തി ചെയ്യുകയാണ്. അപ്പോൾ 6 ലക്ഷം രൂപ ഒരു തുകയായി അതിന് ലഭ്യമാക്കുമ്പോൾ നമ്മുടെ ഈ വിദ്യാലയം തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയം എന്ന നിലയിൽ കണക്കാക്കുമ്പോൾ ഇവിടെ നമ്മുടെ LP സ്കൂളും UP സ്കൂളും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് ആവശ്യമായ ഒന്നാണ്. LP സ്കൂളിന് ബസ് അനുവദിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ഏതാനും വർഷം മുമ്പ്. ആ ബസ് നമുക്ക് ഇവിടെയുള്ള കുട്ടികളുടെ സൗകര്യവും സഞ്ചാര സൗകര്യവും വർദ്ധിപ്പിക്കാനും കൂടുതൽ കുട്ടികൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് എത്താനും കഴിയുന്ന നിലയിൽ അത് ക്രമീകരിക്കാൻ കഴിയും. എനിക്കൊരു കാര്യം എവിടെയില്ല, വാസ്തവത്തിൽ നമുക്കെല്ലാം അറിയുന്ന കാര്യം, നമ്മുടെ നാട്ടിലൊരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിനൊപ്പം നിന്നുകൊണ്ട് ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമുക്ക് സഹായവും സപ്പോർട്ടുമായി എത്തുന്ന ശ്രീമാൻ അനൂപ് ജേക്കബ് MLAയുടെയും ഒപ്പം തന്നെ തൻ്റെ നിയോജകമണ്ഡലം ഏത് വാർഡിൽ നിന്നും ജയിച്ചോ ആ വാർഡിന് വേണ്ടി മറ്റുള്ളവർ ഫൈറ്റ് ചെയ്ത് പോരാടി തൻ്റെ വാർഡിലേക്ക് കാര്യങ്ങൾ നേടിയെടുക്കുന്ന സാഗ TS, ഈ രണ്ടുപേരും രണ്ട് സ്വഭാവഗതികളുള്ളവരാണെങ്കിലും തങ്ങളുടെ നിയോജക മണ്ഡലത്തെയും തങ്ങളുടെ വാർഡിനെയും സംരക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ഫണ്ട് എത്തിക്കാൻ വേണ്ടി കാര്യങ്ങൾ നടത്താൻ വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്ന 2 ജനപ്രതിനിധികളാണ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.